ഒരു കുഞ്ഞു കാട്ടിലെ കുഞ്ഞു കൂട്ടുകാരാണ് ഈ മുയലുകളെല്ലാവരും. അവരെല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഈ പാർക്കിൽ വന്ന് കളിക്കും. അത് അവർക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷത്തോടെ അവർ കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. ഒരു ദിവസം കളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് ദാഹിച്ചു. അവരടുത്തുള്ള ഒരു കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആനയുടെ അലറുന്ന സൗണ്ട് കേട്ടു. ആ സൗണ്ട് വന്ന സ്ഥലത്തേക്ക് അവരിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അതാ 2-3 ആനകള് അതിലെ വരുന്ന അവർ കണ്ടു. അവർക്ക് ആദ്യം ഒന്ന് പേടി തോന്നിയെങ്കിലും തങ്ങളുടെ സ്ഥലമായതുകൊണ്ട് ആനകളോട് ചോദിക്കാമെന്ന് കരുതി. ആന അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഏതാണ്? ഇത്രയേ ചോദിച്ചുള്ളൂ. ആനയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച മുയലും കുഞ്ഞിനെ ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ഒറ്റ തട്ട് കൊടുത്തു. അതിന്റെ കാല് പൊട്ടി അവിടെ നിന്ന് ചോരയും വന്നു. മുയലും കുഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു. ഓടി മുയലും കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് അതിനെ പതിയെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴത്തേക്കും ആന പറഞ്ഞു, ഇത് എന്റെ സ്ഥലമാണ്, നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. ഇത് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഞാൻ ശരിയാക്കി കളയും. ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. പേടിപ്പിച്ച് അവരെല്ലാം പറഞ്ഞു വിട്ടു. അഹങ്കാരത്തോടെ ആന അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ വേഗം ഓടി വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞു, ഇത് വീട്ടിൽ പോയി പറയണ്ട, നമ്മളെയും നമ്മളുടെ അച്ഛനും അമ്മയും ആന എന്തെങ്കിലും ചെയ്താലോ? അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു മുയലും കുഞ്ഞ് പറഞ്ഞു, നമ്മൾക്കിനി ഇങ്ങോട്ടേക്ക് വരണ്ടേ, പറയാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ അവർ ഓരോ ആലോചനകളെല്ലാം ആലോചിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ പരിക്ക് പറ്റിയ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് എല്ലാ കൂട്ടുകാരും കൂടി പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി പരിക്ക് പറ്റിയ കുഞ്ഞിന്റെ വീട്ടിലെത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ധൈര്യശാലിയായിട്ടുള്ളൊരു മുയല് ആ കുഞ്ഞിന്റെ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാവം പരിക്ക് പറ്റിയ കുഞ്ഞിന് വളരെ വിഷമവും സഹിക്കാൻ പറ്റിയില്ല. അത് അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞു. കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ ഒരുപാട് സ്നേഹത്തോടെ സമാധാനിപ്പിച്ചു. ഇനി പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കുഞ്ഞിന്റെ മുറിവെല്ലാം വെച്ച് മരുന്നെല്ലാം പുരട്ടിക്കൊടുത്ത് അതിനെ വീട്ടിലേക്ക് കൊണ്ടുയിരുത്തി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അച്ഛനും അമ്മയും കൂടി ആലോചിച്ചു, നമുക്ക് ഒറ്റയ്ക്ക് ഈ ആനകളെ നേരിടാൻ പറ്റില്ല. കാട്ടിലെ രാജാവായ സിംഹത്തോട് കാര്യം പറയാം. അങ്ങനെ അവിടെ ചെന്ന് കാട്ടിലെ സിംഹത്തോടും കൂട്ടുകാരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിംഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തുകൊള്ളാം. ആ സ്ഥലം ഒന്ന് കാണിക്ക്. അങ്ങനെ എല്ലാവരും കൂടി ആ സ്ഥലത്ത് ചെന്നു. ആന വരുന്ന വഴിക്കുണ്ടല്ലോ, അവരൊരു കുഴി കുഴിച്ചിട്ട് അവിടെ പുല്ലൊക്കെ വിതറി ആരും അറിയാത്ത രീതിയിൽ എല്ലാം ശരിയാക്കി. ആനയുടെ സൗണ്ട് കേട്ടതും സിംഹവും കൂട്ടരും അവിടെ നിന്ന് മാറിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രം നിർത്തി. ആന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വളരെ ദേഷ്യത്തോടെ ഓടി വന്നു ആ പുല്ലുമ ചവിട്ടി. ആ ചവിട്ടിയതും ആനയും കൂട്ടരും കുഴിയിൽ വീണു. അപ്പോഴാണ് തങ്ങളുടെ ജീവൻ എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് അവർ മനസ്സിലാക്കിയത്. സിംഹവും കൂട്ടരും എല്ലാം ഓടിയെത്തി. ആനയോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഈ പരിസരത്തേക്ക് ഇനി മുതൽ നീ വന്നേക്കരുത്. ഒരു പ്രാവശ്യം കൂടി നിന്നെ ഇവിടെ കണ്ടാൽ പിന്നെ ജീവനോടെ തിരിച്ചു വിടുകയില്ല. ആനകളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ പോയിക്കൊള്ളാം, ഞങ്ങളെ കുഴിയിൽ നിന്ന് കയറാൻ സഹായിക്കണം. സിംഹവും കൂട്ടരും കരയ്ക്ക് കയറാൻ അവരെ സഹായിച്ചു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും സിംഹത്തോട് നന്ദി പറഞ്ഞു. പണ്ടത്തെ പോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടെ പേടിയില്ലാതെ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാനും പാർക്കിലേക്ക് പോയി കളിക്കുവാനും എല്ലാം തുടങ്ങി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ പേടിച്ചിട്ട് അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതിരിക്കരുത്. എല്ലാത്തിനും പരിഹാരം കാണാൻ അവർക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കണം. എൻ്റെ കഥ ഇഷ്ടമായോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്ദി.